ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനസംഘമുണ്ടോ? അതൊക്കെ നിങ്ങൾ കൈവച്ചോ? അതൊക്കെ നിങ്ങളുടെ ആർഎസ്എസിന്റെ ശാഖയില് ആർഎസ്എസിന്റെ ശാഖയെ കാണിക്കണ്ട. നിർത്തുന്ന പരിപാടിയില്ല. പറയണമെങ്കിൽ സംഭവിച്ചിരിക്കുന്നു സുജയ. സോറി. ചരിത്രം 1977 ജനതാ പാർട്ടി വരുമ്പോ ജനസംഘമുണ്ടോ? എന്റെ അവസരമാണ്. താങ്കൾക്ക് പറയാനുള്ള മണ്ടത്തരങ്ങൾ താങ്കൾ അവിടെ സൗകര്യമില്ല. എന്നെ മണ്ടത്തരം എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ്. ജനസംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലുള്ളത്. ഞാൻ പറഞ്ഞിട്ട് തന്നെ പോട്ടെ. ഞാനാണെങ്കിൽ അത് പറഞ്ഞു കേട്ടിട്ട് പോയാൽ അല്ലല്ല, അങ്ങനെ പറ്റില്ലല്ലോ. താങ്കൾ ഇരുന്നോട്ട് പറ. ഞാൻ അക്കാഡമിക് ആയിട്ടാണ് താങ്കളോട് ചരിത്രം എനിക്ക് കേൾക്കേണ്ടത്. താങ്കൾ ഇവിടെ ഇരുന്ന് പറയണം. ആർഎസ്എസിനെ നരേന്ദ്രമോദിയൊക്കെ അവഹേളിച്ചിരിക്കുന്നു. വ്യക്തിപരമായ അധിക്ഷേപം നടത്തി ഗവർണറെ പറയും, താങ്കൾക്ക് തുടരാം. അതൊന്നും വ്യക്തിപരമല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ വ്യക്തിപരമായ അധിക്ഷേപം അടിയന്തരാവസ്ഥക്കാലത്തിന് ശേഷം ഡോക്ടർ അരുൺ താങ്കൾ സ്വന്തമായിട്ടൊക്കെ പറഞ്ഞോന്നേ. താങ്കൾ ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിക്കുന്നേ. താങ്കൾ എന്താ ഈ സംസാരിക്കുന്നത്? താങ്കൾ പറയാനുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു തീർക്കും. അല്ല വ്യക്തി അധിക്ഷേപത്തിന് വേണ്ടി സമയം എടുക്കും. പറയാനൊന്നുമില്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ കേൾക്കണം. സംസാരിക്കും, പ്രതികരിക്കും. അങ്ങനെ ഞാനും പ്രതികരിക്കും. ഇങ്ങോട്ട് തലയിലോട്ട് കയറുമ്പോഴല്ലോ തിരിച്ചു കയറി തിരുവാതിര കളിക്കാൻ എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് വായിട്ടളിക്കാൻ താല്പര്യമില്ല. എനിക്ക് താങ്കളും വായിട്ടളിക്കാൻ. കം ടു ഹിസ്റ്ററി. ചരിത്രത്തിലേക്ക് താങ്കൾ ചരിത്രമല്ല, വർത്തമാനമാണ് ഇവിടെ ചർച്ചാ വിഷയം. അപ്പോഴേക്കും വിഷയം ഗതി മാറ്റിവിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന അല്ലല്ല, ഞാൻ പറയുന്നത്